ഇഷ്ടം പകർന്നിടാൻ എന്നെ അയക്കിടവേ. പോയിടാം വൻകൊയ്ത്തിനായി വിളഞ്ഞ വയലുകളിൽ, നേടിടാം ഈ ലോകത്തേക്കാൾ വിലയേറും ആത്മാവിനെ. പോയിടാം വൻകൊയ്ത്തിനായി വിളഞ്ഞ വയലുകളിൽ, നേടിടാം ഈ ലോകത്തേക്കാൾ വിലയേറും ആത്മാവിനെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 47-ാം സങ്കീർത്തനം 7-ാം വാക്യം. ദൈവം സർവഭൂമിക്കും രാജാവാകുന്നു, ഒരു ചാതുര്യ കീർത്തനം പാടുവിൻ. ദൈവം ഒരു ദേശത്തിൻ്റെയോ ഒരു സഭയുടെയോ മാത്രം ദൈവമല്ല, അവൻ സർവ്വലോകത്തിൻ്റെയും രാജാവാണ്. രാജ്യങ്ങളും അധികാരങ്ങളും മാറും, എന്നാൽ ദൈവത്തിൻ്റെ രാജ്യം മാറുകയില്ല. ലോകചരിത്രത്തിൽ വലിയ സാമ്രാജ്യങ്ങൾ വന്നുപോയി. ബാബിലോൺ, റോമൻ സാമ്രാജ്യം, മറ്റ് ശക്തമായ രാജ്യങ്ങൾ. എന്നാൽ ദൈവത്തിൻ്റെ രാജ്യം ഇന്നും നിലനിൽക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ പ്രശ്നങ്ങളും ഭയാശങ്കകളും അനിശ്ചിതത്വങ്ങളും ഉണ്ടാകാം. എന്നാൽ നാം ഓർക്കുക, നമ്മുടെ ദൈവം ഇന്നും സിംഹാസനത്തിൽ ഇരിക്കുന്നവനാണ്. തുടർന്ന് സങ്കീർത്തകൻ ഓർമ്മിപ്പിക്കുന്നത് ബുദ്ധിപൂർവം ആരാധിക്കുവാനാണ്. ബോധമുള്ള ആരാധന ഇത് ഹൃദയത്തിൽ നിന്നുള്ള സ്തുതിയാകണം. ദൈവത്തെ അറിയുന്ന ആരാധന വെറും വികാരം മാത്രമല്ല, ദൈവത്തെ മനസ്സിലാക്കി സ്തുതിക്കുന്നതാകണം. ബുദ്ധിപൂർവം ആരാധിക്കണമെങ്കിൽ ദൈവവചനത്തെ അറിയണം, ദൈവത്തിൻ്റെ പ്രവൃത്തികളെ ഓർക്കണം. നന്ദിയുള്ള ഹൃദയത്തോടെ ആരാധിക്കണം. ദൈവത്തെ കൂടുതലായി അറിയുമ്പോൾ സ്തുതി കൂടുതൽ ആഴമേറും. നാം സത്യസന്ധമായി ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വരും. നമ്മുടെ ഹൃദയങ്ങളിൽ മാറ്റം ഉണ്ടാകും. ആത്മീയ ശക്തി പ്രാപിക്കുവാൻ കഴിയും. സ്തുതി ആത്മീയ വാതിലുകൾ തുറക്കുന്നതാണ്. നമ്മുടെ കഷ്ടതകളുടെ സമയത്ത് നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങും. പ്രിയമുള്ളവരെ, നമ്മുടെ സ്തുതി വെറും പാട്ടല്ല, അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ്. സഭ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവിക ശക്തി ഇറങ്ങി വരും. ദൈവത്തിൻ്റെ മഹത്വം പ്രത്യക്ഷപ്പെടും. പത്രോസ് തടവിലായപ്പോൾ സഭ ഒരുമനപ്പെട്ട് സ്തുതിച്ചു പ്രാർത്ഥിച്ചു. പത്രോസിൻ്റെ തടവറയിൽ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്ന് തടവറ തുറന്നു നൽകുന്നു. ഇന്നത്തെ സാഹചര്യങ്ങൾ വളരെ പ്രക്ഷുബ്ധമാണ്. എന്നാൽ സഭ ഒന്നിച്ച് സ്തുതിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ സാധ്യമായി തീരും. പ്രാർത്ഥിക്കാം. കർത്താവേ, ഹൃദയം കൊണ്ടും ആത്മാവ് കൊണ്ടും നിന്നെ സ്തുതിക്കുവാനുള്ള കൃപ എന്നിലേക്ക് പകരപ്പെടണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.